കോഴിക്കോട് 5 പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി എന്നതാണ്. 15,000-ഓളം കോഴികളെയും വളർത്തുപക്ഷികളെയും നാളെ കൊന്നൊടുക്കും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച 10 കിലോമീറ്റർ പരിധിയിൽ നിരീക്ഷണം നടത്തും. 15,000 ബേഡ്സിനടുത്ത് ഞങ്ങളുടെ കണക്കിലുള്ളത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഈ പെരുന്നാളെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ എത്രയുണ്ടെന്ന് അറിയത്തില്ല. ചെറിയ വേരിയേഷൻ അതിൽ വരാം. അല്ല, ഇത് 1 കിലോമീറ്ററാണ് നമ്മൾ ഈ പറഞ്ഞ പരിപാടി. അതിന് 10 കിലോമീറ്ററിനുള്ളിൽ സർവൈലൻസ് സോണാണ്. കർഷകരെ ബോധവൽക്കരിക്കേണ്ട ഒരു ചെറിയൊരു സാഹചര്യം വരും. അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനെ പിടിച്ച് കൊന്ന് പാക്കറ്റിലാക്കി ഒരു പ്രത്യേക ഏരിയയിൽ കൊണ്ട് കുഴി കുത്തി അതിനുള്ളിൽ കുമ്മായവും അണുനശീകരണ സംവിധാനങ്ങളെല്ലാം ചെയ്ത് അവിടെ കുഴിച്ചിടുകയാണ് ചെയ്യുക. ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യം ഇല്ല. കാരണം ഇതിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന സാഹചര്യം വളരെ കുറവാണ്. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി. അജി, ഇപ്പോൾ മനുഷ്യർക്ക് ആശങ്ക വേണ്ടതില്ല എന്ന് പറയുകയാണ്. പക്ഷേ മറ്റ് പഞ്ചായത്തുകളിലേക്ക് ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? നിലവിൽ 5 പഞ്ചായത്തുകളിലാണോ രോഗമുള്ളത്? അനുജ, നമ്മളിപ്പോൾ കേട്ടത് ചീഫ് മെഡിക്കൽ ഓഫീസർ, അതായത് മൃഗസംരക്ഷണ വകുപ്പിലെ ചീഫ് മെഡിക്കൽ ഓഫീസറുടെ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ച് മനുഷ്യരിലേക്ക് പെട്ടെന്ന് ഈ പനി പടർന്നു പിടിക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ മുൻകരുതലുമൊക്കെ സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 5 പഞ്ചായത്തുകളിലാണ്, അതായത് പനങ്ങാട്, ഒളവണ്ണ, കക്കോടി, പെരുമണ്ണ, നല്ലളം, അതായത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതാണ് നല്ലളം. ഈ നല്ലളം പ്രദേശത്തും മറ്റ് 4 പഞ്ചായത്തുകളിലുമാണ് ഇത്തരത്തിൽ ഈ പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നത്. വളർത്തു പക്ഷികൾ, അതായത് കോഴിയും മറ്റ് വളർത്തു പക്ഷികളുമാണ് പ്രധാനമായും കൊന്നെടുക്കുന്നത്. 15,000-ഓളം, അതായത് മൃഗസംരക്ഷണ വകുപ്പിന്റെ കണക്കനുസരിച്ച് 15,000-ഓളം പക്ഷികളെയാണ് ഇത്തരത്തിൽ നാളെ മുതൽ കൊന്നെടുക്കുക. ഇതിനുവേണ്ടി 20 അംഗ RRT സംഘവും തയ്യാറായിട്ടുണ്ട്. ഈ 20 അംഗ RRT സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ പക്ഷികളെ കൊന്നെടുക്കുക. ഇതിനുശേഷം ഇവർക്ക് ക്വാറന്റൈൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരുക്കിയിട്ടുണ്ട് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ്. ഇതിൽ ഏറ്റവും പ്രധാനമായും എടുത്ത് പറയേണ്ടത് മനുഷ്യരിലേക്ക് ഇത് പകരില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാന കാര്യം, ഏറ്റവും ജാഗ്രതയോടുകൂടെ തന്നെ ആരോഗ്യ വകുപ്പും ഒപ്പം തന്നെ മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ പറയുന്നത് ഈ ഇറച്ചി, അതായത് 70% ഡിഗ്രിയെങ്കിലും ചൂടെങ്കിലും വേണം, അത്രത്തോളം തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പാകം ചെയ്ത് മാത്രമേ കഴിക്കാൻ കഴിയുള്ളൂ. മുട്ടയടക്കമുള്ള വസ്തുക്കൾ കഴിക്കുന്നതിനൊക്കെ തന്നെയും വലിയ തരത്തിലുള്ള ജാഗ്രതകളൊക്കെ വേണമെന്ന് പറയുന്നു. ഈ മേഖലകളിൽ ഇറച്ചി വിൽപ്പന, മുട്ടയടക്കമുള്ള വിൽപ്പനകളൊക്കെ തന്നെയും തടഞ്ഞിട്ടുണ്ട്. അത് എന്നാണോ ഈ പൂർണ്ണമായും ഈ പക്ഷിപ്പനിയിൽ നിന്നും ഈ മേഖല മുക്തമാകുന്നത് അന്ന് മാത്രമായിരിക്കും ഈ മേഖലകളിൽ ഇറച്ചിയും ഒപ്പം തന്നെ മുട്ടയടക്കമുള്ള ഈ വസ്തുക്കളൊക്കെ വിൽക്കുകയും ചെയ്തിട്ടുള്ളൂ. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ മേഖലകളിലേക്ക് ഇത് പകരാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത്, ഈ കഴിഞ്ഞ ദിവസം ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചത്. അതിനുശേഷം വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലും ഒക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട്. അനുജ, ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.